IPL അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 വേൾഡ് കപ്പിന് വേണ്ടിയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ടീം അമേരിക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് ഇന്ത്യൻ ടീം പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. സഞ്ജുവും രോഹിത്തും മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് രോഹിത്തും കൂട്ടരും അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത്. T20 വേൾഡ് കപ്പ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരങ്ങളെല്ലാം തന്നെ അമേരിക്കയിലാണ്. നിലവിൽ കോഹ്ലി ഒഴികെ എല്ലാ താരങ്ങളും അമേരിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നായിരുന്നു ഇന്ത്യ ആദ്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച ബാറ്റിംഗ് ആണ് ഇന്ത്യ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് സഞ്ജു രോഹിത്തും രണ്ടുപേരും അടിച്ചു കളിച്ചിരിക്കുകയാണ്. രോഹിത്തും ജയ്സ്വാളുമാണ് ഓപ്പണിംഗിൽ ഇറങ്ങിയത്. ജയ്സ്വാളിന് ഇന്ന് ഫോം ആകാൻ സാധിച്ചില്ല. ഇതേ സമയം രോഹിത് ശർമ്മ അടിച്ചു കളിച്ചു. സഞ്ജുവിനെ 5ാം നമ്പറിലാണ് കളിപ്പിച്ചത്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറും സഞ്ജു ആയിരുന്നു. സഞ്ജു മാത്രമല്ല ഋഷഭ് പന്തും കളിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ പിച്ചിൽ സഞ്ജു അടിച്ചു ചേർത്തിരിക്കുകയാണ്. സഞ്ജുവിനെ ഒന്നും കാണാതെ BCCI ടീമിലെടുക്കില്ല. സഞ്ജു IPLൽ നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ T20 വേൾഡ് കപ്പിലും സഞ്ജു അടിച്ചു കളിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പിച്ച് സഞ്ജുവിന്റെ ബാറ്റിങ്ങിന് അനുകൂലമാണ്. അതാണ് നമുക്ക് ഇന്നത്തെ മാച്ചിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് കണ്ട് അമേരിക്ക വരെ പേടിച്ചിരിക്കുകയാണ്. T20 വേൾഡ് കപ്പിൽ എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യ പാക് പോരാട്ടത്തിന് വേണ്ടിയാണ്. ഇന്ത്യ ഒഫീഷ്യൽ സന്നാഹ മത്സരം ബംഗ്ലാദേശുമായിട്ട് ജൂൺ 1 കളിക്കുന്നുണ്ട്. അതിനു മുന്നെയാണ് ഇന്ത്യ പ്രാക്ടീസ് ആരംഭിച്ചത്. ഇപ്രാവശ്യം ഇന്ത്യ T20 വേൾഡ് കപ്പ് സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ലോകകപ്പിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടുമെന്ന വിശ്വാസം ആരാധകർക്കുണ്ട്. എന്തായാലും സഞ്ജു തകർത്തടിച്ചിരിക്കുകയാണ്. തുടർന്ന് വരുന്ന മാച്ചിലും സഞ്ജു ഇങ്ങനെ തന്നെ കളിക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.